നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തു നിന്നുള്ള വിളവെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉപ്പതാ കുറച്ച് ഇറാനിതാ പൊട്ടിച്ച് കൊണ്ടിട്ടുണ്ട്. നമ്മളവിടുന്ന് പൊട്ടിച്ചിട്ട് ഇതാ ചാക്കിലാക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഒരു കിൻഡൽ ഒരു കടയ്ക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ കടക്കാർക്ക് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന സമയത്ത് കൃഷിയിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എല്ലതും നമുക്ക് റീറ്റെയിലിന് പ്രതീക്ഷിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം റീറ്റെയിലിൽ പൊതുവേ അത്രയാളെ കസ്റ്റമർ നമ്മൾ കണ്ടെത്തണം. ഇറാനി നമ്മൾ 20-നാണ് കടക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് മുൻതൂക്കമോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് 100 കിലോനോ 101 കിലോനാണെങ്കിൽ പരിപാടി കഴിഞ്ഞു. പക്ഷേ നേരെ മറിച്ച് നമ്മൾ റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ റീറ്റെയിൽ 25-നാണ് കൊടുക്കുന്നത്. പക്ഷേ 25-ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കസ്റ്റമറെ കണ്ടെത്തണം. അത് മാത്രമല്ല വരുന്ന കസ്റ്റമറിന് ചിലപ്പോൾ 1,100 1,200 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 58 റുപ്യ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ 55 50 നമുക്ക് വാങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പം അങ്ങനെ ചില സാഹചര്യങ്ങളുണ്ട്. റീറ്റെയിലും ഹോൾസെയിലും കൂടി കൊമേഴ്ഷ്യലായിട്ട് കൂടുതൽ വലിയ ഏരിയയിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഹോൾസെയിൽ മാർക്കറ്റ് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. തുടക്കത്തിൽ നമ്മൾ തണ്ണിമത്തൻ കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ സുഹൃത്ത് ഇബ്രാഹിം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാനിയും അതുപോലെ നമ്മുടെ നാടൻ തണ്ണിമത്തനും ഒരു 1000 സീഡ് വെച്ചിട്ട് കൂടുതൽ അത് ചെയ്യണം. കാരണം അതിലാണ് ബിസിനസ് എടുക്കുന്നത്. ബാക്കിയുള്ള വെറൈറ്റികളൊക്കെ നമ്മൾ ഫാമിലേക്ക് ആളുകളെ ആകർഷിക്കാനും റീറ്റെയിൽ സെയിലിനുള്ള ഒരു ഓപ്ഷനാണ്. അതുകൊണ്ട് നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തിൽ നമ്മൾ 7 വെറൈറ്റി തണ്ണിമത്തൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ഇറാനി ഇതാ പൊട്ടിച്ചിട്ട് ഇങ്ങനെ മാറ്റിയാണ് ചാക്കിലാക്കിയിട്ട് ഞാൻ ചാക്കിലാക്കിയിട്ട് ഇതാ അങ്ങോട്ട് കൊണ്ടുവെക്കും. അപ്പോൾ കൊട്ടവണ്ടി അവിടെ വരും, അവിടുന്ന് കടയൊക്കെ എടുത്ത് കൊണ്ടുപോകും. കൊമേഴ്ഷ്യലായിട്ട് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന സമയത്ത് ഇനി വേറെ ഏത് കൃഷി ചെയ്യുകയാണെങ്കിലും ഹോൾസെയിൽ മാർക്കറ്റ് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഹോൾസെയിലായിട്ട് കറക്റ്റ് ടൈമിൽ നമുക്ക് ഇതൊക്കെ ചിലവാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു കൃഷിയും കൂടി ഇതിൽ പെട്ടെന്ന് തന്നെ ഇറക്കാൻ പറ്റും. ഇപ്പോൾ ഇറാനിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇറാനി കണ്ടില്ലേ, ഇതൊക്കെ ഏകദേശം ഒരു 3.5-4 കിലോനൊക്കെ ഉണ്ടാവും, സൈസ് ഉണ്ടാവും. ഇതൊക്കെ ഒരു വള്ളിയിൽ ആദ്യം കായ്ക്കണ 1-2 കായൊക്കെ ആ സൈസ് വരുള്ളൂ. പിന്നീട് കായ്ക്കണമൊക്കെ പൊതുവെ സൈസ് കുറവായിരിക്കും. ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ തോട്ടത്തിലേക്ക് വാങ്ങാൻ വരുന്ന ആളുകൾക്ക് റീറ്റെയിലായിട്ട് നമ്മളോട് ഒരു സെയിൽ കൗണ്ടർ വെച്ചുകൊണ്ട് തന്നെ അവർക്കും വേറൊരു ഫീൽ തന്നെ. അവരിവിടെ വന്ന് ഫോട്ടോ എടുക്കണേ, അവർക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവർക്ക് തോട്ടത്തിൽ വന്നിട്ട് ഏതാ വേണ്ടത് വെച്ചാൽ പൊട്ടിക്കാനുള്ള ഒരു ഓപ്ഷന് അങ്ങനെ എല്ലാം കൂടി വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് അതൊരു ബെനിഫിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹോൾസെയിലായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സെയിൽ നടക്കുന്നുണ്ട്.